വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ചോറ്റാനിക്കരയിൽ സുഹൃത്തിന്റെ പീഡനത്തിനിരയായി മരിച്ച പോക്സോ അതിജീവിത നേരിട്ടത് ക്രൂരമായ പീഡനങ്ങളാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴുത്തിൽ ഷാൾ കുരുങ്ങിയതും വൈദ്യസഹായം വൈകിയതും മരണകാരണമായി. പെൺകുട്ടി ലൈംഗികാതിക്രമം നേരിട്ടതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. പെൺകുട്ടിയുടെ മൃതദേഹം തൃപ്പൂണിത്തുറ മാർത്താ മറിയം പള്ളിയിൽ ഇന്ന് സംസ്കരിച്ചു. മുൻ സുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായാണ് പോക്സോ അതിജീവിത മരണത്തിന് കീഴടങ്ങിയത്. പെൺകുട്ടി ലൈംഗികാതിക്രമം നേരിട്ടതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്തിൽ ഷാൾ കുരുങ്ങിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായത്. വൈദ്യസഹായം വേഗത്തിൽ ലഭിക്കാത്തതും മരണകാരണമായി കണക്കാക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ പെൺകുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം കൂടി ചുമത്തി. സുഹൃത്തുക്കളായ രണ്ടുപേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതിക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ചോറ്റാനിക്കര സിഐ കെ.എൻ. മനോജ് പറഞ്ഞു. പെൺകുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ച് ഞായറാഴ്ച രാത്രിയും പ്രതി അനൂപ് വീട്ടിലെത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന് ഇയാൾ വീടിനകത്തേക്ക് കയറാതെ തിരിച്ചുപോയി. പെൺകുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കരുതിയാണ് വീട്ടിലേക്ക് തിരികെ പോയതായും ഒളിവിൽ പോകാതിരുന്നതെന്നും പ്രതി അനൂപ് പോലീസിന് മൊഴി നൽകി. അതേസമയം ആശുപത്രിയിൽ നിന്നും ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം തൃപ്പൂണിത്തുറ മാർത്താ മറിയം പള്ളിയിൽ സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.